ജെ.എസ്. നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ കണ്ടോ, ഈ ഒരു പച്ചമുളക് പല വെറൈറ്റി മുളകാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരേ ഇനത്തിൽപ്പെടുന്നതല്ല, പല ഇനത്തിൽപ്പെടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വിത്ത് മുളപ്പിച്ച് അത് പാകി ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് വെക്കുന്നത് വരെ. ഇപ്പോൾ ഏകദേശം ആ വെച്ചത് മുതൽ ഈ ഒരു രൂപം, അതായത് ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുളകൊക്കെ അത്യാവശ്യം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ എല്ലാ പ്ലാന്റിലും പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ആ തൈ വെച്ചിട്ട് ഈ ഒരു പരുവമാവുന്നത് വരെയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഏകദേശം നമ്മുടെ എല്ലാ കൃഷി രീതികളും വിത്ത് മുതൽ വിളവ് വരെ, അല്ലെങ്കിൽ ഈ ഗ്രോ ബാഗിനകത്ത് വെച്ചതിന് ശേഷം എല്ലാവിധ വളപ്രയോഗങ്ങളും ചെയ്ത് ഈ ഒരു വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊന്നും റീച്ചൊന്നും അത്യാവശ്യത്തിന് കിട്ടാത്തത്. അപ്പോൾ ജെ.എസ്. നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു പ്ലാന്റ് ഈ ഒരു തൈ വെച്ചത് മുതൽ നമ്മൾ ഈ ഒരു പരുവമാവുന്നത് വരെയുള്ള വീഡിയോ ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ ഈ ഒരു പ്ലാന്റിൽ മുരടിപ്പോ അതുപോലെ തന്നെ കായ്ച്ച വെള്ളീച്ച അങ്ങനെ ഒരു കീടങ്ങളുടെ ആക്രമണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട ചില ടിപ്സ്, നമ്മുടെ ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള വളപ്രയോഗ രീതിയാണ് കേട്ടോ ഇതിൽ പറയാനായിട്ട് പോകുന്നത്. ഒരു പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നൈട്രജൻ വളമാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോ ബാഗിലൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഈ ഒരു പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വളർച്ചാ ഘട്ടം എത്തുന്നത് വരെ 2-3 പ്രാവശ്യം നമുക്ക് ഈ ഒരു നൈട്രജൻ വളം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പച്ച ചാണകമാണ്. പച്ച ചാണകം എടുത്തിട്ട് അതിലേക്ക് ഒരു 6-7 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നൈട്രജൻ വളമായിട്ട് ഈ ചെടികൾക്ക് കൊടുക്കുന്നത്. മുളക് ചെടി പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ ഒരു 20 ദിവസം ഇടവിട്ട് നമുക്ക് ഈ ഒരു വളപ്രയോഗം ചെയ്തു കൊടുക്കാവുന്നതാണ്. പച്ചചാണകം നിങ്ങൾക്ക് ലഭ്യമല്ല എങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ചാണകപ്പൊടി യൂസ് ചെയ്താലും മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു പ്ലാന്റിന് കീടനാശിനികളുടെ ആക്രമണമോ അല്ലെങ്കിൽ മറ്റൊരു യാതൊരു പ്രശ്നങ്ങളൊന്നും മുരടിപ്പോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ അലക്കുന്ന സോപ്പ്, ബാർ സോപ്പ് ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വെള്ളത്തിന്റെ കളർ മാറുന്നത് വരെ നമ്മൾ ഈ ഒരു ബാർ സോപ്പ് ഷെയ്ക്ക് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു അടപ്പ് നീം ഓയിൽ, വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ തോതിൽ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് അപ്പക്കാരം, അതായത് നമ്മൾ ബേക്കിംഗ് സോഡ, അപ്പ സോഡ എന്നൊക്കെ പറയില്ലേ, അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈ ഒരു പ്ലാന്റിന് മുഴുവൻ അടിവശത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്ലാന്റിന്റെ അടിവശത്തു കൂടി നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു വളപ്രയോഗ രീതി നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ആഴ്ചയിൽ എന്തായാലും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മാത്രം മതി നമുക്ക് അതിനകത്തേക്ക് വെള്ളീച്ചകളൊക്കെ ആകർഷിക്കാനായിട്ട്. മുളക് ചെടി ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുരടിപ്പ്, അതുപോലെ തന്നെ വെള്ളീച്ചകളുടെ ശല്യം, ഉറുമ്പിന്റെ ശല്യം ഒക്കെ. അപ്പോൾ അതിനു വേണ്ടി ആഴ്ചയിൽ മുടങ്ങാതെ നമ്മൾ ചെയ്യേണ്ട ഒരു വളപ്രയോഗ രീതിയാണ് ഇത്. ഇപ്പൊ നമ്മുടെ മുളക് ചെടികളൊക്കെ ഗ്രോ ബാഗിനകത്ത് വെച്ചിട്ട് ഏകദേശം 3 ആഴ്ചത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൂവിടാനും കായിടാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പൊട്ടാഷ് വളം, അതുപോലെ തന്നെ ലിക്വിഡ് ലായനി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടാഷ് വളത്തിനായി നമുക്ക് വീട്ടിലെ ചാരം, വെണ്ണീറൊക്കെ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ചെറിയ തോതിൽ മാത്രമേ ഉപയോഗിച്ച് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു മുളക് ചെടിയിൽ നിന്ന് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് സൂപ്പർ മീൽസ് വളമാണ് കേട്ടോ. സൂപ്പർ മീൽസ് വളത്തിൽ 4-5ഓളം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഒരു പ്ലാന്റിന് വേണ്ട എല്ലാ മൂലകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് തുടങ്ങിയ എല്ലാ മൂലകങ്ങളും അടങ്ങിയതാണ് സൂപ്പർ മീൽസ് കേട്ടോ. ഏകദേശം ഒരു പിടി ഒക്കെ ഒരു പ്ലാന്റിന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം നിറയെ മുട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാനായിട്ട് പറ്റും, നിറയെ തന്നെ മുട്ടും, അതുപോലെ തന്നെ നിറയെ തന്നെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഈ ഒരു പ്രായം എത്തുന്നത് വരെ നമ്മുടെ പ്ലാന്റ്സിന് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമുക്ക് പ്ലാന്റിനകത്ത് പൂവും അതുപോലെ തന്നെ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ, അതായത് പുളിപ്പിച്ചിട്ടുള്ള വളങ്ങളൊക്കെ വെള്ളത്തിലാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1 ലിറ്ററോളം കഞ്ഞിവെള്ളം. നമ്മൾ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു ബക്കറ്റിനകത്തേക്ക് വെക്കുക. അതിനുശേഷം ഒരു പിടിയോളം നമ്മൾ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ദിവസം പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. പ്രത്യേകം അടച്ചു വെച്ച് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. 2 ദിവസത്തിന് ശേഷം ഏകദേശം ഈ ഒരു ബ്രൗൺ കളറിലേക്ക്, ഒരു ഡാർക്ക് കളറിലേക്ക് എത്തും. അതിനകത്ത് നമ്മൾ ഒരു 10 ലിറ്റർ കൂടി വെള്ളം ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
വെള്ളം ചേർക്കാത്ത രീതിയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. അത്യാവശ്യം നല്ല വീര്യമുള്ള ഒരു വളമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ പ്ലാന്റിനെ അത് ദോഷമായി ബാധിക്കും. ഒരു 10 ലിറ്ററെങ്കിലും വെള്ളം ചേർത്തുകൊണ്ടാവണം നിങ്ങൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മുളക് ചെടിക്കൊക്കെ പ്രത്യേകം ഈ ഒരു ഘട്ടങ്ങളായിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്തു കൊടുത്താൽ അത്യാവശ്യം നല്ല ഗ്രോത്തിൽ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു മുളകൊക്കെ എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സോപ്പ് ലായനി വെച്ചിട്ടുള്ള ആ ഒരു മിശ്രിതം, ആ ഒരു സ്പ്രേ ചെയ്യുന്ന രീതി ആഴ്ചയിൽ മുടങ്ങാതെ എന്തായാലും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കീടങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് തീർച്ചയായും മുക്തി നേടാനാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാലറിയാം, നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ച് ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഏകദേശം അത് കായ് പിടിക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് ചെയ്തത്. ഈ പ്ലാന്റിന് യാതൊരുവിധ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതി കീപ്പ് ചെയ്യാനായിട്ട് സൂക്ഷിക്കുക. പിന്നെ പൊട്ടാഷ് വളം കൂടി ഞാൻ ഈ ഒരു പ്ലാന്റിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു വെണ്ണീർ കൊണ്ട് ഉപയോഗിച്ച ഒരു ലായനിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ജയസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ.